A warm greetings to all. Welcome to the another episode of Darshan Talks. Today we have the most inspiring and an important person, Santosh Kumar sir. He is the principal of SN College in Punalur and he has a PhD in sports biomechanics. Welcome sir. ഫുട്ബോളിലേക്കുള്ള സാറിന്റെ യാത്ര എങ്ങനെയാണ് ആരംഭിച്ചത്? തീർച്ചയായിട്ടും വളരെ നല്ലൊരു ചോദ്യം. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു ചോദ്യമാണ്. കാര്യം ഞാൻ എൻ്റെ കുട്ടിക്കാലത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു പോവുകയാണ്. എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് നിങ്ങളുടെ കുട്ടിക്കാലമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യാസമുള്ളൊരു കുട്ടിക്കാലമായിരുന്നു. അത് ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ചില സെലിബ്രേഷൻസ്, ഏറ്റവും പ്രധാനപ്പെട്ട സെലിബ്രേഷൻ, കേരളക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഓണമാണ്. അത്തരത്തിലുള്ള ആഘോഷങ്ങളുടെ ഭാഗമായി ക്ലബ്ബുകളിൽ ഫുട്ബോൾ മത്സരങ്ങൾ സംഘടിപ്പിക്കാറുണ്ടായിരുന്നു. എൻ്റെ ഒരു കൊച്ചു ഗ്രാമം എൻ്റെ മനസ്സിലേക്ക് ഓടി വരികയാണ്. ആ ഗ്രാമത്തിൽ അത്തരത്തിലുള്ള കളിസ്ഥലങ്ങൾ ഒരുപാട് ഇല്ല എങ്കിൽ പോലും ചെറിയ സ്ഥലങ്ങൾ കണ്ടാൽ പോലും കുറച്ച് സമാന ചിന്താഗതിക്കാരായ കുറച്ച് കുട്ടികൾ ഒത്തുകൂടി തങ്ങളുടെ ബാല്യം ഏറ്റവും മനോഹരമാക്കിയ ഒരു നിമിഷമാണ് ഞാൻ ഈ അവസരത്തിൽ ഓർത്തു വരുന്നത്. അതിനോടൊപ്പം സ്കൂൾ തലത്തിലും ഇത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് പൊതുവെ അന്ന് കുറവായിരുന്നു. നിലവിലുള്ള അക്കാഡമിക് അന്തരീക്ഷം ആയിരുന്നില്ല ഞങ്ങൾ പഠിച്ചിരുന്ന കുട്ടിക്കാലത്തിലുള്ള അക്കാഡമിക് അന്തരീക്ഷം. ഒരുപാട് വ്യത്യാസമുണ്ടായിരുന്നു. അപ്പം തീർച്ചയായിട്ടും എൻ്റെ ഗ്രാമത്തിലുള്ള ക്ലബ്ബും പിന്നീടുള്ള സ്കൂളുകളും അതിന് മുന്നോട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വന്നിട്ടുള്ള കോളേജ് വിദ്യാഭ്യാസവും ഒക്കെ എന്നെ ഈ ഫുട്ബോൾ കളിയിലേക്ക് സ്വാധീനിച്ച് അവിടെ എത്തിച്ചൊരു വ്യക്തിയാണ് എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. Sir, what is the role of discipline in making a football team? ഡിസിപ്ലിൻ എന്നത് ഫുട്ബോളിനെ മാത്രമല്ല ഏതൊരു കായിക ഇനത്തിലും വിജയത്തിലേക്ക് എത്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഡിസിപ്ലിൻ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. അത് കായിക ഇനം മാത്രമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ജീവിതത്തിനെ തന്നെ വിജയത്തിലേക്ക് നയിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഡിസിപ്ലിൻ വേണം. ഡിസിപ്ലിൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ചിട്ടയായ രീതിയിലുള്ള പ്രവർത്തനം എന്ന് മാത്രമാണ് ഞാൻ അതിനെ കരുതുന്നത്. അപ്പോൾ ചിട്ടയായ രീതിയിൽ പ്രവർത്തനത്തിൽ പ്രത്യേകിച്ച് അത് ഫുട്ബോളുമായിട്ട് കമ്പയർ ചെയ്ത് പറയപ്പെടുത്തേന് ഏറ്റവും കൂടുതൽ ആ ഒരു മത്സരത്തിന് വേണ്ടി കുട്ടികളെ തയ്യാറാക്കുന്നതിനാണ് ഡിസിപ്ലിൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു കുട്ടി ഫുട്ബോൾ കളിക്കുന്നതിലൂടെ ആ കുട്ടിക്ക് ലഭിക്കുന്ന ശാരീരികവും മാനസികവും സാമൂഹികവും ഇമോഷണൽ പരമായിട്ടുള്ള മാറ്റങ്ങളാണ് ആ കുട്ടി ഡിസിപ്ലിൻഡ് ആയിട്ട് അതിനെ സമീപിക്കുമ്പോൾ ലഭിക്കുന്നത് എന്നുള്ളത്. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു മേഖലയാണ് നമ്മുടെ സമയം എന്നുള്ളത്. ഒരു ദിവസം 24 മണിക്കൂർ നമ്മൾക്ക് പ്രവർത്തിക്കാൻ അവസരമുണ്ട്. അതിൽ ഏകദേശം ഒരു 6 തൊട്ട് 8 മണിക്കൂർ വരെ ഉറങ്ങുന്ന സമയമാണ്. ബാക്കി വരുന്ന 16 മണിക്കൂർ എങ്ങനെ നമ്മൾ ചിട്ടയായി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിൽ പ്രധാനമായിട്ടും നമ്മൾ ഫുട്ബോളിനായി ചെലവഴിക്കുന്ന സമയം രാവിലെ ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ അല്ലെങ്കിൽ വൈകുന്നേരമുള്ള 2 മണിക്കൂറോ 3 മണിക്കൂറോ, ഇത് രണ്ടും അല്ലെങ്കിൽ നമുക്ക് സ്കൂളിൽ വീണ് കിട്ടുന്ന അവസരങ്ങളായ ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ പീരീഡ് ആയിരിക്കാം. ഈ നേതൃത്വം നൽകുന്ന അധ്യാപകനോ അല്ലെങ്കിൽ ഒരു ലീഡർ എന്നുള്ള ഒരാളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ കൃത്യമായി 8 മണിക്ക് എത്തണം, അല്ല 6 മണിക്ക് എത്തണമെന്ന് നമ്മൾ പറയുന്നു. അതിനുശേഷം ഒരു വാമപ്പ് പ്രൊസീജിയർ ചെയ്യുന്നു, അതിനുശേഷം ഫിസിക്കൽ ഡ്രിൽസുകൾ ചെയ്യുന്നു, ഫുട്ബോളിന്റെ ഡ്രിൽസുകൾ ചെയ്യുന്നു, വർക്കൗട്ട് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കളിക്കുന്നു, വാം ഡൗൺ ചെയ്യുന്നു. ഇതെല്ലാം ഡിസിപ്ലിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കരുതുന്നത്. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഡിസിപ്ലിനാണ് നമ്മൾക്ക് അതിനകത്ത് അൾട്ടിമേറ്റ്ലി കിട്ടുന്ന ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഫുട്ബോൾ കളിക്കുമ്പോൾ തീർച്ചയായിട്ടും ഡിസിപ്ലിൻഡ് ആയിട്ട് ഫുട്ബോൾ കളിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ജീവിതത്തിനനുസരിച്ചുള്ള ഗുണങ്ങൾ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് എനിക്ക് അതിന് മറുപടി പറയാം. 2026 വേൾഡ് കപ്പിൽ സാറ് കണ്ട ഏറ്റവും മികച്ച മത്സരം ഏതാണ്? എന്നെ ഏറ്റവും ആകർഷിച്ച ഒരു മത്സരം ഈജിപ്തും അർജന്റീനയും തമ്മിലുള്ള ക്വാർട്ടർ ഫൈനൽ മത്സരമാണ് ഏറ്റവും ആകർഷിച്ചത്. ഞാൻ ഒരുപാട് ടെൻസ്ഡ് ആയിട്ടുള്ളൊരു വീക്ഷിച്ചൊരു മത്സരം കൂടിയാണ് ഈജിപ്തും അർജന്റീനയും തമ്മിലുള്ള മത്സരം. എപ്പോഴും അർജന്റീനയ്ക്ക് ഒരു ഡോമിനൻസ് ഉണ്ട്. ലയണൽ മെസ്സി എന്നൊരു കളിക്കാരൻ അവിടെ നേതൃത്വത്തിൽ നിൽക്കുമ്പോൾ പക്ഷേ എതിർ ചേരിയിൽ മുഹമ്മദ് സല എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരനായിരുന്നു ഈജിപ്തിനെ നയിച്ചത്. പക്ഷെ ഒരു കളിക്കാരനായിരുന്നില്ല 11 പേരും കൈമൈ മറന്ന്
മെസ്സിയുടെ സംഘത്തെയും കൂട്ടാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു മത്സരമായിരുന്നു. അതിന്റെ ഫലം എന്താണ്? 70 മിനിറ്റോളം 2-0 ലീഡ് ചെയ്ത ഈജിപ്തിനെ തിരിച്ചു പിടിച്ചു എന്നുള്ളതാണ്. 3-2 ഫൈനൽ വിസിൽ മുഴങ്ങിയപ്പോൾ 3-2 മെസ്സിയുടെ പട ഈജിപ്തിനെ കീഴടക്കി. ഒരുപാട് കോൺട്രവേഴ്സീസ് ഒക്കെ ഇതിനിടയ്ക്ക് ചർച്ചയിൽ വരുന്നെങ്കിൽ പോലും ആ മത്സരം വല്ലാതെ എന്നെ സ്വാധീനിച്ചു. അതാണ് എൻ്റെ ഈ വേൾഡ് കപ്പിൽ ഏറ്റവും സ്വാധീനിച്ച മത്സരം എന്ന് പറയുന്നത്. Since the semi-finals are over and the finals are coming up, sir, tell me, who is gonna win, Spain or Argentina? യെസ്, അതൊരു കുഴപ്പിക്കുന്ന ചോദ്യം തന്നെയാണ് നമ്മൾ ചോദിച്ചത്. എന്നെ സംബന്ധിച്ച് അർജന്റീന ജയിക്കുന്നതാണ് ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്നത്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ പോലും സ്പെയിനിനെ വില കുറച്ച് കാണുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വാസ്തവം. വ്യത്യസ്തമായ 2 കേളി ശൈലികളാൽ കളിക്കുന്ന 2 ടീമുകളാണ് സ്പെയിനും അർജന്റീനയും. അതിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സ്പെയിൻ്റെ ടീമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ഫുട്ബോളിൽ ക്ലബ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പുകളുണ്ട്. അതിനകത്ത് ബാഴ്സലോണ എന്ന് പറഞ്ഞ ഒരു ടീമിൻ്റെ പ്രധാനപ്പെട്ട കളിക്കാരെല്ലാം അടങ്ങുന്ന ഒരു ടീമാണ് സ്പെയിൻ. സ്പെയിൻ ഫുട്ബോളിന്റെ ചരിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലബ് ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ പ്ലെയേഴ്സ് ഉള്ള രാജ്യമാണ് സ്പെയിൻ. സ്വാഭാവികമായിട്ടും പ്രൊഫഷണൽ ലീഗിൽ കളിക്കുന്ന ഫുട്ബോൾ കളിക്കാരുടെ നിലവാരം നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമെന്നുള്ളതായിരിക്കും. നിലവിലെ മാച്ചസുകളെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അവർ കളിച്ച 7 മത്സരങ്ങളും നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു ഏറ്റവും ഒത്തിണക്കത്തോടുകൂടി കളിക്കുന്ന ഒരു ടീമാണ് സ്പെയിൻ എന്നുള്ളതാണ്. അതിനകത്ത് വളരെ ചെറുപ്പക്കാർ മുതൽ ഒരു 30 വയസ്സിനകത്തുള്ള പ്ലെയേഴ്സാണ് ഒട്ടുമിക്ക കളിക്കാരും. സ്വാഭാവികമായിട്ടും 30 വയസ്സിനകത്തുള്ള കളിക്കാരുടെ ഫിസിക്കൽ ക്വാളിറ്റീസ് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ അതിനപ്പുറം ഇവരെല്ലാം പ്രൊഫഷണൽ ഫുട്ബോൾ പ്ലെയേഴ്സുമാണ്. അപ്പോൾ അതിൻ്റെ ഒരു മേൽക്കോയ്മ സ്പെയിൻ എപ്പോഴും ഉണ്ട്. പക്ഷെ എൻ്റെ ആഗ്രഹം മെസ്സിയുടെ അർജന്റീന ടീം ജയിക്കണം എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ഓർമ്മയിൽ വരുന്ന ഫസ്റ്റ് വേൾഡ് കപ്പ് 1986 വേൾഡ് കപ്പിന്റെ ഫൈനലാണ് ഞാൻ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അർജന്റീനയും ജർമ്മനി, അന്ന് ജർമ്മനി എന്നുള്ള വെസ്റ്റ് ജർമ്മനിയാണ് മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത്. പിന്നെയാണ് വെസ്റ്റ് ഈസ്റ്റ് ജർമ്മനികളിലേക്ക് ജർമ്മനി എന്ന് പറഞ്ഞ ഒരു പേരിൽ മത്സരങ്ങൾ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അന്നത്തെ ഫുട്ബോൾ മത്സരങ്ങൾ കാണാനായി നമ്മുടെ വീട്ടിൽ TV ഉണ്ടാവില്ല. ഏതെങ്കിലും 1-2 വീടുകളുടെ ഒരു ഗ്രാമത്തിൽ TV ഉണ്ടാവും. അവിടെ പോയിരുന്ന് എല്ലാവരുടെ സംഘടിച്ച് നമ്മളിപ്പോ ഈ വലിയ സ്ക്രീനൊക്കെ വെച്ച് ഫുട്ബോൾ കാണുന്ന പോലെ ചെറിയൊരു TV-യിൽ ഈ ഫുട്ബോൾ ഏതാണ്ട് ഗ്രെയിൻസ് അന്ന് ഈ ആന്റിനയാണ് കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഗ്രെയിൻസ് കാരണം ഈ ഫുട്ബോൾ ശരിക്കും കാണാൻ പറ്റത്തില്ല. പിന്നെ ആൾക്കാർ ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നു. മറഡോണ ഒരു പ്രത്യേക പോസ്റ്ററിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ മത്സരം ആണ് ശരിക്കും എനിക്ക് അന്ന് ഒരു 13 വയസ്സ് ആയിട്ടുണ്ടാവും, 1986. അതാണ് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തുടക്ക മത്സരം എന്നുള്ളത്. തീർച്ചയായിട്ടും പോർച്ചുഗൽ ടീമിന് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു ടീമാണ് നമ്മളേവരും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ഒരു കളിക്കാരൻ. മെസ്സിയെ പോലെ തന്നെ അദ്ദേഹം 40 വയസ്സ് പിന്നിട്ടിരിക്കുകയാണ്. 40 വയസ്സ് പിന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ബയോളജിക്കൽ ഏജ് അടുത്തിടയ്ക്ക് ഒരു റിസർച്ച് സ്റ്റഡിയിൽ വന്ന് 29 വയസ്സേ ഉള്ളൂ എന്നുള്ളതാണ് ബയോളജിക്കൽ ഏജ്. അത്രയും ബയോളജിക്കൽ ഏജ് താന്നിരിക്കണമെങ്കിൽ അയാൾ ഒരു ദിവസം കായിക അധ്വാനത്തിൽ ഏർപ്പെടുന്നത് എന്തുമാത്രം ഏതൊക്കെ തരത്തിലായിരിക്കും കായിക അധ്വാനത്തിൽ ഏർപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ മറ്റൊരു കളിക്കാരൻ എർലിംഗ് ഹാലൻഡ്, നോർവേയുടെ ഒരു പ്ലെയർ. കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് വന്നതാണ്, ഞാൻ ജസ്റ്റ് അതിലേക്കൊന്ന് പോയിട്ട് തിരിച്ചു വരാം. സാധാരണ നമ്മളൊരു അഡൽട്ട് ഒരു ദിവസം ഉപയോഗിക്കുന്ന കാലറി എന്ന് പറഞ്ഞാൽ 2000 to 2400 കാലറീസ് ആണ്. കിലോ കാലറീസ് ഓഫ് എനർജിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഹാലൻഡ് ഉപയോഗിക്കുന്ന കാലറി 6000 കാലറിയാണ്. ഈ 6000 കാലറിയിൽ അയാളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയേക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊക്കെ അന്ന് വിട്ടുപോകും എന്നുള്ളതാണ്. ഈ കാലറി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഇത്രയും എനർജി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ആ പ്ലെയറിന് അയാളുടെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത്രയും എനർജിയും കൂടെ ചെന്നെങ്കിൽ മാത്രമേ അയാളുടെ റിസൾട്ട് പൂർണ്ണമാവുകയുള്ളൂ. ട്രെയിനിങ് മാത്രം ചെയ്തു കഴിഞ്ഞാൽ ഒരാളുടെ റിസൾട്ട് പൂർണ്ണം ആവില്ല എന്നുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അവസ്ഥ. അത് 40 വയസ്സായി. ഏജിങ് എന്ന് പറഞ്ഞ പ്രക്രിയ 30 വയസ്സിന് ശേഷം ഓരോ ദിവസവും ഓരോ മാസവും ഓരോ ആഴ്ചയിലും നടന്നുകൊണ്ടിരിക്കുകയാണ് ഏജിങ് എന്ന് പറഞ്ഞ പ്രക്രിയ. എന്താണ് ഏജിങ്?
as age advances, the qualities, the physical strength and other qualities may decline. ഇതാണ് ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ്. ഇഫ് യു ഡു നോട്ട് ഇൻവോൾവ് ഇൻ ഫിസിക്കൽ പ്രോഗ്രാംസ് ഓർ നോട്ട് ഫോളോയിങ് any appropriate diet. ഇപ്പം ഇതൊരു വലിയ ഘടകമാണ്. കൃത്യമായ വ്യായാമം, അതിനനുസരിച്ചുള്ള ഭക്ഷണം. ഇപ്പം ഈ രണ്ട് കാര്യങ്ങളാൽ പിടിച്ചു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പ്ലേയേഴ്സാണ് നമ്മുടെ നിലവിലുള്ളത്, മെസ്സിയും റൊണാൾഡോയും. അപ്പോൾ ഫുട്ബോൾ എന്ന് പറയുന്നത് ഒരു കളിക്കാരൻ മാത്രം കളിച്ചാൽ മതിയോ? ആ കളിക്കുന്ന 11 പ്ലേയേഴ്സും തീർച്ചയായിട്ടും ഒരേ അർത്ഥത്തിൽ, ഒരേ സ്വരത്തിൽ, ടീം കൊഹീഷനിലൂടെ, അതായത് ഒത്തിണക്കത്തോടു കൂടി കളിച്ചെങ്കിൽ മാത്രമേ റിസൾട്ട് ലഭിക്കുകയുള്ളൂ. Sir, which football player inspired you the most? തർക്കങ്ങളൊന്നും തന്നെ ഇല്ല. ലയണൽ മെസ്സി തന്നെയാണ് ഏറ്റവും നല്ല ഞാൻ കണ്ടിട്ടുള്ള ഫുട്ബോൾ താരം എന്നുള്ളത്. ഒരുപാട് കാരണങ്ങൾ നിരത്താനുണ്ടാവും അദ്ദേഹം എന്തുകൊണ്ട് നല്ലൊരു ഫുട്ബോൾ താരമായി. നമ്മുടെ ലോകത്ത് ഏറ്റവും ആരാധിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് ലയണൽ മെസ്സി എന്ന ഫുട്ബോൾ കളിക്കാരൻ. കളിക്കളത്തിനകത്തും കളിക്കളത്തിന് പുറത്തും അദ്ദേഹം കാണിക്കുന്ന മാനേഴ്സ് തന്നെയാണ് അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് എന്നെ ആകർഷിച്ചത്. 39ാമത്തെ വയസ്സിലും അദ്ദേഹം തൻ്റെ ശാരീരിക മികവ്, അതോടൊപ്പം മാനസികവും സാമൂഹികവുമായിട്ടുള്ള ക്വാളിറ്റീസ് എല്ലാം തന്നെ പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു കളിക്കളത്തിൽ ഒരു കളിക്കാരൻ കാണിക്കേണ്ട ലീഡർഷിപ്പ് ക്വാളിറ്റീസ് എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് കളിക്കുന്ന ഒരു വ്യക്തിയാണ് ലയണൽ മെസ്സി. തന്നോടൊപ്പം കളിക്കുന്ന 11 സഹ കളിക്കാരെയും ഒരേപോലെ കോർത്തിണക്കി തുടക്കത്തിൽ പിന്നിട്ട് നിന്നാലും ഒരു സെക്കൻഡ് ഹാഫിൻ്റെ അവസാനം തൻ്റെ ടീമിനെ വിജയത്തിലേക്ക് നയിക്കാൻ തന്നോടൊപ്പം നിൽക്കുന്ന ബാക്കി 10 പേരും, അതായത് 11 പേരടങ്ങുന്ന ടീമിൽ ബാക്കി 10 പേരും കാഴ്ചവെക്കുന്ന പ്രകടനം നമ്മൾ കഴിഞ്ഞ ഒരു 7 മത്സരമായി കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു ടീം ലോകകപ്പിൻ്റെ ഫൈനലിൽ എത്തണമെങ്കിൽ 8 മത്സരങ്ങളാണ് ജയിക്കേണ്ടത്. തൻ്റെ കഴിവ് ഒരുപാട് മറ്റു കളിക്കാരുമായി താരതമ്യം ചെയ്യുമ്പോൾ അദ്ദേഹം ഏറെ മുന്നിലാണ്. നമ്മൾക്കെല്ലാം എന്നും പ്രചോദനമായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ലയണൽ മെസ്സി എന്ന ലോകോത്തര ഫുട്ബോളർ. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത്. Sir, what do you think about girls forming a football team? നല്ലൊരു ചോദ്യമാണ്. നമ്മളെ നിലവിലുള്ള സാമൂഹ്യ ഒരു സാഹചര്യം നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. ജെൻഡർ ഇക്വാലിറ്റിയൊക്കെ നമ്മൾ ഘോരഘോരം സംസാരിക്കുന്നെങ്കിലും തീർച്ചയായിട്ടും കായിക വിദ്യാഭ്യാസത്തിൽ അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ പെൺകുട്ടികൾ ഇൻവോൾവ് ചെയ്യുന്നതിൻ്റെ എണ്ണം വളരെ കുറവാണ്. അതിൻ്റെ ഒരു പ്രധാന ഉത്തരവാദിത്വം നമ്മുടെ പേരൻസിനുണ്ട്. പിന്നീട് അക്കാഡമിക്സിന് കാണിക്കുന്ന അമിത പ്രാധാന്യം, നമ്മുടെ രക്ഷകർത്താക്കളുടെ ഏറ്റവും വലിയ വിഷയം, രക്ഷകർത്താക്കളുടെയും അതുപോലെ തന്നെ അക്കാഡമിക് ബോഡീസ് നിയന്ത്രിക്കുന്നവരുടെയും ഗവൺമെന്റിന്റെയും ഒക്കെ ഒരു പോരായ്മയായിട്ടാണ് ഞാൻ അത് എപ്പോഴും കാണുന്നത്. അക്കാഡമിക്സിൽ കൊടുക്കുന്ന അമിത പ്രാധാന്യം എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് കായിക വിദ്യാഭ്യാസത്തിൽ കുഞ്ഞുനാൾ തൊട്ട് ഇടപെടുമ്പോൾ ആ കുട്ടിക്കുണ്ടാകുന്ന വികസനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാത്തത് എന്നുള്ളതാണ്. ഒരു 15-16 വയസ്സിനുള്ളിൽ പെൺകുട്ടികളുടെ പൂർണ്ണ വളർച്ച എത്തി നിൽക്കുന്നു. ആൺകുട്ടികൾക്ക് അതിനുശേഷവും വളർച്ചകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്ത്, കൃത്യമായ സമയത്ത് അവരുടെ കായികമായ, ശാരീരികവും മാനസികവുമായ വികസനത്തിന് ഏറ്റവും കൂടുതൽ ഉതകുന്ന ഒരു പ്രവർത്തനമാണ് ഫുട്ബോൾ കളിക്കുക എന്നുള്ളതാണ്. ഒരു ഫുട്ബോൾ കളിക്കുമ്പോൾ ഒരു കുട്ടിക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ ക്വാളിറ്റീസ് വ്യത്യാസം വരുന്നുണ്ട്, തീർച്ചയായിട്ടും ലീഡർഷിപ്പ് ക്വാളിറ്റീസ് വ്യത്യാസം വരുന്നുണ്ട്, ഡിസിഷൻ മേക്കിംഗ് സ്കിൽസുകൾ വ്യത്യാസം വരുന്നുണ്ട്, മെന്റൽ സ്കിൽസുകൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഈവൻ സ്റ്റഡീസ് എല്ലാം, റിസർച്ച് സ്റ്റഡീസ് എല്ലാം പ്രൂവ് ചെയ്തൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടറാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ലേണിംഗ് സ്കിൽസുകൾ, ഡിസിഷൻ മേക്കിംഗ് സ്കിൽസുകൾ, ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുന്നത് നമ്മൾ ഏതൊരു ഗെയിമിനേക്കാളിലും ഫുട്ബോളിലൂടെയാണ്. കാര്യം ഫുട്ബോളിൽ ഒരു 10 പേര് ഒപ്പണന്റായിട്ട് നിൽക്കുന്നു, നമ്മളൊരു 10 പേര് നിൽക്കുന്നു. നമ്മൾ കൃത്യമായ ഒരു തീരുമാനം എടുത്തെങ്കിലല്ലേ ആ ഒരു മൂവ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മൾ ഈ ഒരു തീരുമാനം എടുത്ത് ആ മൂവ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രമാത്രം ട്യൂൺഡ് ആയിരിക്കണം ഒരു പ്രോഗ്രാമിലൂടെ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. പെൺകുട്ടികൾ കൂടുതലായി ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും കുറേ മാറ്റങ്ങൾ, ഇപ്പോൾ പുതിയ തലമുറയ്ക്കുണ്ടായ കുറേ മാറ്റങ്ങൾ നമ്മളെല്ലാവരും ഉൾക്കൊള്ളുന്നവരാണ്. ജെൻഡർ ഇക്വാലിറ്റിക്ക് വേണ്ടി പരമാവധി ഫൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗ്രൂപ്പ് കൂടിയാണ്
പെൺകുട്ടികൾ എന്നുള്ളത്. അതിനൊരു മാറ്റം ഉണ്ടാകും. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള മേജർ ടൂർണമെന്റ്സ്, ഫിഫ പോലുള്ള വേൾഡ് ചാമ്പ്യൻഷിപ്പ് നടത്തുന്ന മേജർ ടൂർണമെന്റ്സുകൾ, സ്കൂളുകൾ കൂടുതൽ മുന്നോട്ട് വരിക, ഇത്തരത്തിലുള്ള മാറ്റങ്ങളിലൂടെ ഈ പെൺകുട്ടികൾ കൂടുതൽ അവസരം ലഭിക്കുകയും, എന്നാൽ ഇത്തരത്തിൽ പങ്കെടുക്കുന്ന പെൺകുട്ടികൾക്ക് ആൺകുട്ടികളെക്കാളിലും അവസരം ഉണ്ടോ എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ പല മത്സരങ്ങളിലും പോയിട്ടുണ്ട്. പാർട്ടിസിപ്പേറ്റ് ചെയ്ത ടീംസിന്റെ എണ്ണം വളരെ കുറവാണ്. എണ്ണം വളരെ കുറയുമ്പോൾ അതിനനുസരിച്ച് കുട്ടികൾക്ക് അവസരങ്ങൾ കൂടുതൽ ലഭിക്കുന്നു, അവർക്ക് സർട്ടിഫിക്കറ്റ്സുകൾ ലഭിക്കുന്നു, ജോലി ലഭിക്കുന്നു, കൂടുതൽ ഗ്രേസ് മാർക്ക് ലഭിക്കുന്നു. ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ, കൂടുതൽ അവസരം കിട്ടുന്നത് എപ്പോഴും പെൺകുട്ടികൾക്കാണ്. അപ്പോൾ അവരത് പ്രയോജനപ്പെടുത്തുക, രക്ഷകർത്താക്കൾ കുറച്ചുകൂടെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ അവസരത്തിൽ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാനുള്ളത്. Thank you, sir, for your valuable and encouraging words. Thank you for spending your time with us. Thank you.